ഹായ് ഡിയേഴ്സ്, ഇതാണ് എൻ്റെ വർക്ക് റൂം. ഇവിടെ വെച്ചാണ് ഞാൻ കോഡിങ്ങും ട്രേഡിങ്ങും എല്ലാം ചെയ്യുന്നത്. ഇതൊരു നമുക്കൊരു സ്പെയർ റൂം ഉണ്ടായിരുന്നു, അവിടെ ഒരു സ്പെയർ കട്ടിലുണ്ടായിരുന്നു, അത് ഇട്ടു. അതിൻ്റെ സൈഡിൽ സ്പേസ് ഉണ്ടായിരുന്നുകൊണ്ട് ഈ ഒരു ടേബിൾ ഇട്ടു. പക്ഷേ ഈ ഒരു പൊസിഷൻ്റെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് എക്കണോമിക് വർക്കിംഗ് പൊസിഷൻ അല്ല. അതുകൊണ്ട് ബാക്ക് പെയിൻ, എൽബോ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഐ തോട്ട് ഒരു പുതിയ വർക്ക് സ്പേസ് റെഡിയാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ക്ലട്ടർ ഒഴിവാക്കി ഒരു ക്ലീൻ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പുറത്ത് റൂം ഉണ്ടായിരുന്നു, ഈ റൂം. ഇതൊന്ന് ക്ലീനപ്പ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു 2 weeks ഓഫ് റൂം സെറ്റപ്പ്, വലിയൊരിതൊന്നുമല്ല, ഒരു ബഡ്ജറ്റ് റൂം സെറ്റപ്പ് ഞാൻ റെഡിയാക്കി. അങ്ങനെ ആദ്യം നമുക്ക് ഈ ഒരു സ്പേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ ടേബിൾ ആദ്യം ഒന്ന് ക്ലീനാക്കി എടുക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ. ആ വർക്ക് സ്പേസിന് വേണ്ടി കുറച്ച് ഗ്യാഡ്ജറ്റ്സ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അതിൽ ഒരു ഗ്യാഡ്ജറ്റാണ് ഈ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ്. ഇത് ചീപ്പസ്റ്റ് അവൈലബിൾ ഇൻ ആമസോൺ ആണ്. സോ അത് ഞാൻ ഓർഡർ ചെയ്തു. നല്ല സ്റ്റേഡി ആയിട്ടുള്ള സ്റ്റാൻഡാണ്. അറൗണ്ട് എനിക്ക് ഒരു 300 ഉള്ളൂ. പിന്നെ ഒരു മൊബൈൽ സ്റ്റാൻഡും കൂടെ കിട്ടും. അതാണ് ഈ ഒരു എക്സ്ട്രാ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. സോ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. അങ്ങനെ അത് ഞാൻ മേടിച്ചു. ഇതെന്തായാലും ഒരു മസ്റ്റാണ്, കാരണം ലാപ്ടോപ്പ് വയ്ക്കാനും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വയ്ക്കാനും. പിന്നെ രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു കീബോർഡ് ആൻഡ് മൗസ് പാഡാണ്. അത് ഒരു ലെതർ ഫിനിഷുള്ളൊരു പാഡ്, നല്ലൊരു ക്വാളിറ്റി ഐറ്റം ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. അങ്ങനെ അതും കൂടെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തായാലും റൂമിൽ ഗ്രീനറി വേണമെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. കാരണം ഫുൾ ടൈം വർക്കിംഗ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഗ്രീൻ കളർ കാണുന്നത് കണ്ണിനൊരു സൂത്തിങ് അല്ലേ. അങ്ങനെ ഞാൻ ഉഗാവുന്ന ഒരു സെൽഫ് വാട്ടറിങ് പ്ലാന്റ് ഓർഡർ ചെയ്തു. ഇതാണ് ഐറ്റം. ഇതിനൊരു ഗുണമുണ്ട്, കാരണം എന്നും വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ച് വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാന്റിൻ്റെ പോട്ടിൻ്റെ അടിയിൽ ഒരു കോട്ടൺ ഉണ്ട്. ആ കോട്ടൺ വഴി വെള്ളം സക്ക് ചെയ്തോളും. അങ്ങനെ ആ ഒരു പ്ലാന്റും കൂടി ഞാൻ ഓർഡർ ചെയ്തു. അതാവുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രീനറി കണ്ട് റിലാക്സ്ഡ് ആവാമല്ലോ ഈ ഒരു വർക്ക് എൻവയോൺമെൻറ്റിൽ. അങ്ങനെ അത് ഓർഡർ ചെയ്തു. ഈ 3 ഐറ്റം ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ എന്നെ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടി അമ്മ ഉണ്ടായിരുന്നു. സോ കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് നടന്നു, ഈ ഒരു റൂം മേക്ക് ഓവറൊക്കെ. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ദ മെയിൻ എൻ്റെ വർക്ക് എൻവയോൺമെൻറ്റ് ചേഞ്ച് വരാൻ പോകുന്നത് 27 ഇഞ്ചിൻ്റെ LG അൾട്രാ ഗിയർ ഗെയിമിംഗ് മോണിറ്ററാണ്. ഇത് കുറച്ച് വെബിൽ റിസർച്ച് ചെയ്ത് മേടിച്ചതാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ല റിവ്യൂസ് ഉണ്ട്, നല്ല സ്പെക്കാണ്. സോ എനിക്ക് ടിൽട്ടും പിവോട്ടും ഉള്ള ഒരു സ്ക്രീൻ വേണമെന്നുണ്ടായിരുന്നു. അത് തന്നെ എനിക്ക് കിട്ടി. ഇത് ഭയങ്കര ഈസി ടു ഇൻസ്റ്റാൾ ആണ് കേട്ടോ. ലൈക്ക് 2 സ്ക്രൂ ടൈറ്റ് ചെയ്യുക, ജസ്റ്റ് ബാക്കിൽ ക്ലിപ്പ് ഓൺ ചെയ്യുക, വേറെ ഒന്നുമില്ല. നല്ല സ്റ്റേഡി ആയിട്ടുള്ള സ്റ്റാൻഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ ക്വാളിറ്റി ഓൾസോ. എനിക്ക് LG പ്രോഡക്ട്സ് ഞാൻ ഒന്നാമതേ ഭയങ്കര ഫാനാണ്. എൻ്റെ TV, എൻ്റെ AC എല്ലാം LG ആണ്. അതുകൊണ്ട് ഇതും LG തന്നെയാണ്. വേറെ ബ്രാൻഡ് മാറാൻ എനിക്ക് തോന്നിയിട്ടില്ല വർഷങ്ങളായിട്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല ക്വാളിറ്റി ഫിനിഷാണ്. ഐ എം സോ ഹാപ്പി വിത്ത് ദ പർച്ചേസ്. ഞാൻ ബാക്കി യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇതാണ്ടില്ലേ, ടിൽറ്റ് ഈസ് വർക്കിംഗ് റിയലി ഫൈൻ. ആൻഡ് പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതും മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്, കാരണം നമ്മുടെ എക്കണോമിക് പൊസിഷന് വേണ്ടിയിട്ട്. സോ ഹാപ്പി വിത്ത് ഇറ്റ്. ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് ആ ഒരു സെറ്റപ്പ് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് വരുന്നില്ല. യെസ്, ഡെഫിനറ്റ്ലി ക്ലീനാണ്, ലൈക്ക് പ്രീവിയസ് എൻവയോൺമെൻ്റ് അല്ല. ബട്ട് എന്നാലും ഇതൊരു ചേഞ്ച് ഓവർ നടത്തണമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെയർ ഓർഡർ ചെയ്യാം. യെസ്, ഇത് വലിയൊരു ഹൈ എക്സ്പെൻസീവ് ചെയർ അല്ല,
ഇത് ആമസോണിലെ ഏറ്റവും ഹയസ്റ്റ് സെല്ലിംഗ് ചെയറാണ്. റിവ്യൂസൊക്കെ നല്ലതാണ്. അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അസംബിൾ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. രണ്ടുപേരുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ അമ്മു ബിസി ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇത് ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും ഒരു വാം ലൈറ്റിംഗ് ടോൺ റൂമിന് വേണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. സോ അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഞാൻ ഓർഡർ ചെയ്തത്. ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. നെക്സ്റ്റ് തിങ്, ആ റൂമിന് ആ ക്ലട്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വേണ്ട ഒരു കാര്യമാണ് ഹെഡ്ഫോൺ സ്റ്റാൻഡ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കും, ആ ഒരു ആംബിയൻസിന് ഒന്നും മാച്ച് ആവാതെ എവിടെയെങ്കിലും കിടക്കും. അങ്ങനെയാണ് ഈ ആമസോണിൽ കണ്ട ഈ ഒരു ഫൈൻ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് തോന്നി. ആൻഡ് ദിസ് തിങ്, ഇത് ഹാങ്ങിങ് വാൾ സ്റ്റാൻഡാണ്. സോ അത് നമ്മൾ വാളിൽ ഡ്രില്ല് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ച് റൂമിൽ ഒരു എലഗൻസി വരുത്താനും കുറച്ച് ഗ്രീനറി വരുത്താനുമുള്ള ശ്രമമാണ്. അങ്ങനെ ആമസോണിൽ കണ്ട വാൾ ഹാങ്ങിങ് സ്റ്റാൻഡാണ്. ആൻഡ് നെക്സ്റ്റ് തിങ്, മോർ ഗ്രീനറി. ഇത് വേറൊരു ബ്രാൻഡിൻ്റെ ആണ്, സെൽഫ് വാട്ടറിങ് പ്ലാന്റ് ആണ്. ഞാൻ ഒന്നും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും സെൽഫ് വാട്ടറിങ് ആണ്. അതാകുമ്പോൾ എന്നും നമുക്ക് ഒഴിക്കണ്ടല്ലോ, വെള്ളം ഒഴിക്കണ്ടല്ലോ. ആൻഡ് ലെറ്റ്സ് റിമൂവ് എവറിത്തിങ്. ആൻഡ് മേജർ പാൻ ഉണ്ട്. വാ. നെക്സ്റ്റ് ഈസ് എ മേജർ തിങ്. ഐ തോട്ട് ഓഫ് ഇൻക്രീസിങ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് മൈ ടേബിൾ. അപ്പോൾ കൂടുതൽ വർക്കിംഗ് എൻവയോൺമെൻറ്റും വർക്കിംഗ് സ്പേസും കിട്ടും. അങ്ങനെ ഞാൻ ഒരു കസ്റ്റം ബോർഡ് കട്ട് ചെയ്ത് മേടിച്ചു. എൻ്റെ സെൽഫ് അസംബ്ലി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കത് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡ്രില്ലിങ് ആൻഡ് ഫിക്സിങ്. പിന്നെ ഇതിൻ്റെ 4 സൈഡും ഞാൻ എൽ ക്ലാമ്പ് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറക്റ്റ് ലെങ്ത് ആൻഡ് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അമ്മു ചെയ്യാമെന്ന് വെച്ചു. ഒരു ഫൺ ഡേ തന്നെ ആയിരുന്നു. ഒരു ടയേർഡായി, ബട്ട് ആ ഒരു എക്സ്പീരിയൻസ് വർത്ത് ഇറ്റ്. ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്റ്റിക്കർ ശ്രദ്ധിച്ചത്. അത് കുറച്ച് റിമൂവ് ചെയ്യാൻ പാടായിരുന്നു. പക്ഷേ നമ്മളത് ടൈം എടുത്താണെങ്കിലും റിമൂവ് ചെയ്തു. കുറച്ച് സ്റ്റെയിൻ മാർക്ക് ഉണ്ടായിരുന്നു. അത് ബുദ്ധിപരമായി അമ്മു എന്തൊക്കെ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് അതിനെ കളയാൻ സഹായിച്ചു. ആൻഡ് ഇറ്റ്സ് ഡൺ. നെക്സ്റ്റ് തിങ് ആയിരുന്നു കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്. കാരണം ഡ്രില്ലിങ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ വാളിൽ സ്ട്രെയിറ്റായിട്ട് ഇരിക്കുന്ന വാൾ സ്റ്റാൻഡ് ചെയ്യണം. അതും 2 സ്റ്റാൻഡ് ഡ്രില്ല് ചെയ്ത് സ്ട്രെയിറ്റായിട്ട് വെക്കണം. അതാണ് എൻ്റെ ഒരു ചലഞ്ച്. ഫൈനലി സംഭവം ഏകദേശം റെഡിയായി. എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇടയ്ക്ക് വിചാരിച്ചു പാളിപ്പോവെന്ന്, ബട്ട് ഇറ്റ്സ് ഡൺ. ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് അല്ല, ബട്ട് ഓൾമോസ്റ്റ് നമുക്ക് വെയിറ്റ് വയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആവുന്ന രീതിയിൽ അലൈൻമെൻറ്റ് അച്ചീവ് ചെയ്തു. പിന്നെ ഈ ടേബിളിൻ്റെ സൈഡിലുള്ള ബീഡിങ്ങും കൂടെ 2 hours നമുക്ക് ഫിക്സ് ചെയ്ത് ക്യൂർ ചെയ്യാൻ വെച്ചു. അതാകുമ്പോൾ ടേബിളിൽ ഒരു ഫുൾ കംപ്ലീറ്റ് ഫിനിഷ് വരും. അല്ലെങ്കിൽ ആ സൈഡ് കുറച്ച് ബോറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഫിക്സ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഫൈനലി നമ്മുടെ ലൈറ്റും കൂടെ, ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതും റെഡിയാക്കി ഫൈനലി എല്ലാം അറേഞ്ച് ചെയ്യാം.
and let's see how it is done. My main focus was to avoid the clutter. ആ ക്ലട്ടർ അല്ലെങ്കിൽ തന്നെ നമുക്കൊരു വർക്ക് എൻവയോൺമെൻറ്റിൻ്റെ ആ ഒരു ലൈക്ക് pace of work, mood of work and the creativity that it gives എല്ലാം എൻഹാൻസ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതായിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ് ഇൻ ബിൽഡിംഗ് ദിസ് വർക്ക് ഫ്രം ഹോം സെറ്റപ്പ്. ആൻഡ് കേബിൾ മാനേജ്മെൻറ്റ് വാസ് എ ബിഗ് തിങ്. ഞാൻ താൽക്കാലികമായി ഈ കേബിൾ മാനേജ്മെൻറ്റ് ട്രെയിലോട്ട് ഞാൻ വെച്ചു. ഫ്യൂച്ചറിൽ ഞാനത് മാറ്റും. ആൻഡ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഇസ് Oh guys, this is my setup. More than 2 weeks എടുത്തു ഇത് സെറ്റ് ചെയ്ത് വരാൻ, ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ റെഡി ആവാൻ. സോ ഐ ആം വെരി മച്ച് ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. സോ ഇനിയും ഇംപ്രൂവ്മെൻറ്റ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ പേഷ്യൻസ് അനുവദിക്കുന്നില്ല ഇങ്ങനൊരു സെറ്റപ്പ് ഇന്ന് ഫൈനൽ വർക്ക് ചെയ്യാൻ. സോ ഭയങ്കര ചേഞ്ച് ഓഫ് മൂഡാണ്. ഞാൻ കുറച്ച് വർക്ക് ചെയ്തായിരുന്നു. ഭയങ്കര ചേഞ്ച് ഓഫ് മൂഡാണ് ഈ ഒരു ആംബിയൻസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. മുമ്പേ ഉള്ള എൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ഇതുമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്. സോ അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ടു വർക്ക് ടു ബി ഇൻ എ ക്ലീൻ എൻവയോൺമെൻറ്റ്. സോ അത് ഞാൻ കുറച്ചെങ്കിലും അച്ചീവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ഇൻസ്പയർ ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്പേസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്ത് ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.